ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ടെക് ബീറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു യൂസർ റിവ്യൂ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോട്ടോ മാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഇൻസ്റ്റാ ഷൈൻ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് പോളിഷ് ചെയ്യുന്ന ഒരു സ്പോഞ്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലിക്വിഡും വരുന്നുണ്ട്. ഒരു 20 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല പ്രൊഡക്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ പൾസർ. ഇത് ഓൾറെഡി ഒരു സർവീസ് ഇപ്പോൾ അടുത്ത് ചെയ്തതാണ്. അതിൻ്റെ ഒരു വൃത്തിയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വെള്ളമാക്കി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോളിഷ് ഒന്ന് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കണം. നമ്മളിത് വാഷ് ചെയ്യാണ്. ഈ വാഷ് ചെയ്യുന്ന പമ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുന്നുണ്ടാണ്. ഇത് അത്യാവശ്യം ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ചെറുതായിട്ടൊക്കെ സർവീസ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രഷറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു തവണ ഒന്ന് സർവീസ് സെൻറ്ററിൽ കയറ്റി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വീക്കെൻഡിലോ അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഈ പ്രഷർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഒരു പ്രഷർ പമ്പ്. ഓക്കെ, നമ്മളിത് വാഷിങ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുടച്ചെടുക്കണം. തുടച്ചെടുത്തതിന് ശേഷം മാത്രം ഈ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോളിഷിങ്ങിന് മെയിനായിട്ട് അതിൻ്റെ ഗ്ലേസിംഗ് ആണ് നമ്മൾ വർദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമുക്കിതെന്തായാലും ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുക്കണം. ഓക്കെ ഗെയ്സ്, നമ്മളിപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളെന്തോ വെള്ളമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ തന്നെ ഈ അടുത്തായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പൾസർ ഇത് 2013 വണ്ടിയാണ്. ഞാൻ 2013 എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്ര കാലത്തെ ഏകദേശം ഒരു 10 വർഷത്തോളമായി. അപ്പോൾ 10 വർഷത്തെ ഒരു യൂസർ റിവ്യൂ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൾസർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതും കൂടിയൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് ഡ്രൈ ആവാനായിട്ട്. ചില ഭാഗങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞാലും വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഡ്രൈ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സാധനം ഇനി പൊട്ടിച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, അതായത് നമ്മുടെ വണ്ടി ബൈക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ടാങ്ക് അങ്ങനത്തെ ഭാഗങ്ങൾ, പിന്നെ പ്ലാസ്റ്റിക് വരുന്ന ഭാഗങ്ങൾ, പ്ലാസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ഈ ബാക്കിലുള്ള ഇതൊക്കെ ഉണ്ടാവും, ഒരു നിറം മങ്ങിയിരിക്കുന്ന കളറൊക്കെ പോയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് പിന്നെ പെഡൽ, ബ്രേക്ക് പെഡൽ, ക്ലച്ച് പെഡൽ അങ്ങനത്തെ ഒരു പെഡലുകളിലൊന്നും തേക്കരുത്. കാരണം ഇതിനൊരു ഓയിലി ഇതായതുകൊണ്ട് സ്ലിപ്പാകാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമുക്ക് അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് അവിടെ ഒന്നും തേക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാക്കറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലത്തെ സ്പോഞ്ച് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്പോഞ്ചാണ്. സ്പോഞ്ചിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, അവർ പറഞ്ഞിരിക്കുന്നത് അവർ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ്. ഹൈ ക്വാളിറ്റി പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഇതൊന്ന് കൈമലൊക്കെ ഒരു ഓയിൽ മയം ആയിട്ടോ. നമുക്കെന്തായാലും ഇത് നമുക്ക് ടാങ്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ടാങ്ക് പോലത്തെ ഭാഗങ്ങൾ എല്ലായിടത്തും റൗണ്ടിൽ പോളിഷ് ചെയ്യണം. എന്നിട്ട് പോളിഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു നല്ല ക്ലീൻ ആയിട്ടൊരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാനിത് കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ടൊരു പോളിഷിങ് കിട്ടുന്നില്ല. റൗണ്ടിൽ ഇങ്ങനെ പോളിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൊടിയെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കറക്റ്റായിട്ട് പോകും. മെയിനായിട്ടൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം.
ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച ഭാഗത്ത് നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ബാക്കിൽ പോയിട്ട് നമുക്ക് റബ്ബർ ഭാഗങ്ങളും പ്ലാസ്റ്റിക് ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിരച്ചൊരു ഭാഗമാണ് ഇത്. ഇവിടെ വലിയൊരു മാറ്റമൊന്നും കാണാനില്ല. കളർ ഒരുപാടൊന്നും നമുക്കത് ബ്ലാക്കായി കിട്ടുന്നൊന്നുമില്ല. ചെറിയൊരു മാറ്റം. ഇത് എത്ര നേരം നിൽക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവിടെയൊക്കെ ചിലപ്പോൾ ഒന്നുകൂടി ഗ്ലേസ് കിട്ടും. പിന്നെ നമുക്ക് ബ്ലേക്കിനൊക്കെ ഒന്ന് തിളങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്തൊന്നും വലിയൊരു മാറ്റം തോന്നിയിട്ടില്ല. ഇത് മെയിനായിട്ട് ഈ പ്ലാസ്റ്റിക് ഭാഗങ്ങളിൽ പെയിൻ്റ് അടിച്ച ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഒന്നൊരു ഗ്ലേസിങ് കിട്ടും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ ചിലർ, ഞാനൊക്കെ മുന്നേ എനിക്കൊരു പാഷൻ പ്രോ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്ന് തേച്ചെടുക്കും. അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടില്ലേ, അതേ മോഡലൊരു സംഭവം തന്നെയാണ്. ഇതില്ലെങ്കിൽ പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കാനായിട്ട് സാധ്യതകളുണ്ട്. ഓയിൽ തേക്കുമ്പോൾ സാധാരണ അങ്ങനെ ഉണ്ട്. ഇതിന് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ നമ്മളിത് തേച്ചതിന് ശേഷം നമുക്ക് ഒരു തുണി എടുത്തിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്ലേസിങ് അവിടെ നിൽക്കും. നമുക്ക് ഈ ഓയിലിൻ്റെ ഒരു എന്താ പറയുക, പൊടിയൊക്കെ പറ്റി പിടിക്കാനുള്ളൊരു ടെൻഡൻസി വേണമെങ്കിൽ ഒഴിവാക്കാം. എന്തായാലും ഗ്ലേസിങ് ഉണ്ട്. പെയിൻ്റ് അടിച്ച ഭാഗത്ത് ടാങ്കിനൊക്കെ ഒരു തിളക്കം വന്നിട്ടുണ്ട്. നമുക്കൊരു 20 രൂപയുടെ പ്രൊഡക്റ്റാണ്. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എത്രത്തോളം വാല്യൂ ഫോർ മണി ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു സ്പോഞ്ച് വാങ്ങിയിട്ട് വേറൊരു പോളിഷും കൂടി ഉപയോഗിക്കുന്നതാണോ, ഇങ്ങനെ 20 രൂപയ്ക്ക് മേടിച്ച് ഉപയോഗിക്കുന്നതാണോ ലാഭം എന്നുള്ളതൊക്കെ ഓരോരുത്തരും ഡിസൈഡ് ചെയ്യണം. സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിലുള്ള സ്മെല്ലൊക്കെ ഉണ്ട്. ഇപ്പോൾ പോളിഷിൻ്റേതായിട്ടുള്ള സ്മെല്ലുണ്ട്. ഇത് ഉപയോഗിച്ച് ഡാഷ്ബോർഡ്, കാറിൻ്റെ ഡാഷ്ബോർഡ് പോളിഷ് ചെയ്യാൻ പറ്റുമൊന്നും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോളിഷ് വല്ലതും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്പോഞ്ചിലാക്കിയിട്ട് അതങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ മൊത്തം ഇത് ഷോക്കപ്പ് അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തിൻ്റെ ഇടയിൽ അത്യാവശ്യം ഒരു വണ്ടിക്ക് മൊത്തത്തിൽ ചെയ്യാനുള്ളത് ഉണ്ട്. കുഴപ്പമില്ലാതെ ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോളിഷ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ല. ഗ്ലേസിങ് ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഈ ഡിസ്കിൻ്റെ ഭാഗത്തൊന്നും തേക്കരുത് കേട്ടോ. ഇതിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോട്ടോ വീട്ടുകാർക്ക് ഇടയ്ക്കൊന്ന് പോളിഷ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാവും. അപ്പോൾ ഡിസ്കിലോ പിന്നെ അങ്ങനെ ക്ലച്ച്, ബ്രേക്കിൻ്റെ പെഡലുകൾ അവിടെ ഒന്നും തേക്കരുത്. ഇത് മൊത്തത്തിൽ ഒരു ഗ്ലേസിങ്, അത്യാവശ്യം നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട്. എത്ര നേരം നിൽക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും അനുഭവിച്ച് തന്നെ അറിയണം. എന്തായാലും മൊത്തത്തിലൊരു ഗ്ലേസിങ് ഉണ്ട്, അത്ര തന്നെ. 20 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പോളിഷ്. നമുക്ക് എന്താ വെച്ചാൽ ഒരു വണ്ടി പോളിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോളിഷിങ് വരുന്നതുകൊണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറി കേട്ടോ, പോളിഷ് തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് പോളിഷ് സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. വിത്ത് സ്പോഞ്ച് ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. ചിലപ്പോൾ നമ്മൾ പോളിഷ് മാത്രമായിട്ട് അല്ലെങ്കിൽ സ്പോഞ്ച് മാത്രമായിട്ട് മേടിക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനെ 20 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വലിയ നഷ്ടം വരുന്നില്ല. നമുക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ വീൽ അലോയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഗ്ലേസിങ് വരുന്നത് ഞാനിപ്പോൾ ഇത് അടുത്ത സമയത്താണ് ഇപ്പോൾ ഇത് വണ്ടി ഒന്ന് വാഷ് ചെയ്തത്. അതിൻ്റെ ഒരു വൃത്തി വേറെയുണ്ട്. നമ്മൾ വാഷ് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു വണ്ടിക്ക് മൊത്തമായിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്ത് നോക്കണത്. നമുക്ക് എത്രത്തോളം ഒരു വണ്ടിയിൽ എത്ര ഭാഗത്തോളം ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമുക്ക് ഇതിൽ പോളിഷ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, കുറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും മാക്സിമം ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബൈക്ക് ഇതാ പോളിഷ് ചെയ്ത് കുട്ടപ്പനായിരിക്കും. സംഭവം നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഒന്ന് കറുത്ത ലുക്ക് ഉണ്ട്. അതായത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വെയിലൊക്കെ അടിച്ച് നല്ല നിരച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നമുക്കൊരു ബൈക്ക് ഫുള്ളായിട്ട് വാഷ് ചെയ്യാൻ, പോളിഷ് ചെയ്യാനായിട്ട്
സാധിക്കുന്നുണ്ട്. ഇതിൽ ഇനിയുണ്ട്. നമുക്കൊരു ഞായറാഴ്ചയൊക്കെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സമാധാനത്തോടെ ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുട്ടപ്പനാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുണി വെച്ചൊന്ന് തുടയ്ക്കേണ്ടതാണ്. എന്നാലും ഇതിൻ്റെ ഒരു എന്താ പറയുക, അല്ലാതെ ഓയിൽമയ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പൊടി പിടിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് നല്ലൊരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ തുടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഗ്ലേസിങ് ഉണ്ട്. നമുക്കിപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച ഭാഗമാണ്, ഇവിടുത്തെ ഗ്ലേസിങ്ങും ഉണ്ട്. അതുപോലെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് വരുന്ന ഭാഗങ്ങളും അത്യാവശ്യം ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്കൊരു 20 രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല പ്രൊഡക്റ്റാണ്. ഇതിൽ പോളിഷ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു വണ്ടി ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇതിൻ്റെ കളറാകെ മാറിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് എത്ര സമയം ലാസ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല, 20 രൂപയുടെ ഒരു നല്ല പ്രൊഡക്റ്റ്. നമുക്ക് അത്യാവശ്യം പോളിഷിങ് കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ നമ്മൾ എത്ര പൈസ കൊടുത്ത് ചെയ്താലും. നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാവും. ഹാൻഡിലിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്, ഒക്കെ ഒന്ന് ബ്ലാക്ക് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. മൊത്തത്തിൽ ഓക്കെയാണ്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. 20 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ആവശ്യം. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ ഒരു 10 കൊല്ലത്തിൽ എനിക്കുണ്ടായിട്ട് അനുഭവങ്ങൾ, ഞാൻ മാറിയ പാർട്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.